ഋഷിയെ കൊണ്ട് ഇനിയൊരു ഉപദ്രവം ഉണ്ടാവില്ല. എന്തിനാ അതൊരു ഔദാര്യം പോലെ പറയുന്നത്? ആർക്കവനെ പേടി? പ്രഭാവതിക്ക് പേടിയില്ലായിരിക്കും, പക്ഷേ അരുന്ധതിക്ക് അവനെ പേടിയുണ്ട്. പറഞ്ഞത് ചെയ്യുന്നവനവൻ. കൊല്ലുന്നു പറഞ്ഞാ കൊന്നിരിക്കും. പക്ഷേ എനിക്ക് മരിക്കാൻ ഭയമില്ലെങ്കിലോ? തർക്കിച്ച് ജയിക്കാൻ വേണ്ടി മരിക്കാൻ പേടിയില്ലെന്നും പകരത്തിന് പകരം എന്നൊക്കെ വാചകടിക്കും. ഋഷി അമ്പലത്തിൽ വെച്ച് ഒന്ന് പേടിപ്പിച്ചപ്പോ വല്ലാതങ്ങ് തളർന്നുപോയതല്ലേ. അപ്പൊ പിന്നെ ജീവൻ എടുക്കാൻ തുടങ്ങുമ്പോ എന്തായിരിക്കും അവസ്ഥ? വരണ്ടുപോയോ? ആര്? ഞാൻ ആരാണെന്നും പക വീട്ടാൻ ഞാൻ ഏതറ്റം വരെ പോകുമെന്നും വ്യക്തമായി അറിയാവുന്ന 2 മനുഷ്യജീവികൾ നിന്റെ മകനും നീയുവാ. അന്ന് അമ്പലത്തിൽ ഞാൻ ക്ഷമിച്ചു നിന്നത് എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ വീട്ടുകാർക്കൊരു അവസരം ഉണ്ടാക്കണ്ട എന്ന് കരുതിയ. ഒരു തമാശക്കളിയായി അവരിതിനെ കരുതിക്കോട്ടെ എന്ന് വെച്ചിട്ടാ പകരം ചോദിക്കാൻ ഇറങ്ങിയ അവരെ ഞാൻ തണുപ്പിച്ചു നിർത്തിയത്. പക്ഷെ അമ്മായിക്ക് വേണ്ടി ചോദിക്കാൻ മരുമകൾ വന്നിരുന്നല്ലോ. എന്താ? അഭിനയിക്കണ്ട. എനിക്ക് മുന്നറിയിപ്പ് തരാൻ ദേവികയെ നീ പറഞ്ഞയച്ചതല്ലേ. അമ്മായിക്ക് വേണ്ടി ഇത്രയും ശക്തിയായിട്ട് വാദിക്കുന്ന ഒരു മരുമകളെ ഈ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനിയും ആവർത്തിച്ച എന്നെയും ഋഷിയെയും വെച്ചേക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ മടങ്ങിയത്. എനിക്ക് സന്തോഷായി. ഞാൻ എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തിയതേ ഉള്ളൂ. പക്ഷെ എന്നെ അറിയിക്കാതെ അവൾ വന്നു. നീ തന്നെ അതെന്നോട് പറയുകയും ചെയ്തു. മതി. എനിക്ക് വേണ്ടി മക്കളും ഭർത്താവും ചോദിക്കാൻ ഇറങ്ങുന്നതിനേക്കാൾ അഭിമാനം തോന്നുകയാ ദേവിക വന്നു എന്നറിഞ്ഞപ്പോ. പിന്നെ നീ പറഞ്ഞതിലൊരു പെശകുണ്ട്. അവളെനിക്ക് മരുമകളല്ല, മകളാ. ലോകത്താരും ഇനി എന്നോടൊപ്പം നിന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി എന്റെ ദേവിക ഉണ്ടായിരിക്കും. അന്ന് ഞങ്ങൾക്കെതിരെ രാധാമണിയെ അയച്ചപ്പോ എങ്ങനെയാ അവള് നേരിട്ടതെന്ന് കണ്ടല്ലോ. അതുകൊണ്ട് നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ആളും തരവും കണ്ടു കളിക്കുക. ഒരു ദേവികയെ കണ്ടോണ്ട് നീ അങ്ങനെ വലിയ ആളാവണ്ട. നിന്നോട് പകരം ചോദിക്കുന്ന ഞാൻ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനിടയിൽ എൻ്റെ മകനെ ഒരു കണ്ണിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത് അവനെ കൊണ്ട് ഇനിയൊരു ഭീഷണി ഉണ്ടാവില്ല എന്ന്. അവനെ ഈ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ആണോ? അത് നന്നായി. അവന്റെ തടി കേടാവാതിരിക്കാൻ അത് നല്ലതാ. എന്റെയും കുടുംബത്തിന്റെയും കണ്ണെത്താത്ത സ്ഥലത്ത് തന്നെ മാറ്റിക്കോ. കളിയാക്കുകയാണോ? പക തീർത്തേ അടങ്ങൂന്നും പറഞ്ഞ് വാശി പിടിച്ച് നിന്ന അവനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് ഞാനാ. എന്നിട്ടും വെല്ലുവിളിക്കുകയാണെങ്കിൽ അവനോട് വരാൻ പറയാം. വരാൻ പറയണ്ട, വരുത്തും. അന്നവൻ ചന്ദ്രമതിയുടെ മുൻപിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ മനസ്സിലത് മായാതങ്ങനെ കിടക്കും. സംഭവം നടന്ന സ്ഥലത്ത് തന്നെ ഞാൻ അവനെ വരുത്തും. നീ കാത്തിരുന്നു. കാത്തിരിക്കെ തന്നെ ഞാനും നിന്റെ അന്ത്യം കാണാൻ. ചില കോമഡികൾ കേട്ടാ ഞാൻ പണ്ടും അങ്ങനെയാ. പരിസരം മറന്ന് ചിരിക്കും. അന്ത്യം കാണാൻ നിൽക്കുന്നു. നിന്റെയും അവന്റെയും അന്ത്യമടുത്തതിന്റെ ലക്ഷണങ്ങളാ ഈ മോഹം.